ലയോ പാപ്പയുടെ പ്രഥമ അപ്പസ്തോലിക സന്ദർശനത്തിന് ആരംഭം. പാപ്പ തുർക്കിയുടെ മണ്ണിൽ. ആദ്യ അപ്പസ്തോലിക സന്ദർശനം നടത്തിയ രാജ്യമെന്ന ഖ്യാതിയോടെ ലയോ പാപ്പ തുർക്കിയുടെ മണ്ണിൽ കാലുകുത്തി. പാപ്പയും സംഘവും റോമിൽ നിന്നും പുറപ്പെട്ട വിമാനം നവംബർ 27 വ്യാഴാഴ്ച പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:22 ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 2:52 അങ്കാരയിലെ വിമാനത്താവളത്തിലെത്തി. അങ്കാരയിലുള്ള എസൻബോഗ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ പാപ്പയെ തുർക്കിയിലെ ഭരണകൂട നേതൃത്വവും സൈനികരും ചേർന്ന് സ്വീകരിച്ചു. വിമാനത്തിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവേ അപ്പോസ്തലിക യാത്രയെ ചരിത്ര നിമിഷമെന്നാണ് ലിയോ പാപ്പ വിശേഷിപ്പിച്ചത്. ലോകമെമ്പാടും സമാധാനം പ്രധാനമാണെന്ന് പ്രഖ്യാപിക്കാനും എല്ലാ ആളുകളെയും ഐക്യത്തിലേക്കും സാഹോദര്യത്തിലേക്കും ക്ഷണിക്കാനും യാത്ര മുതൽക്കൂട്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മാധ്യമപ്രവർത്തകരോട് പാപ്പ പറഞ്ഞു. ക്രിസ്ത്യൻ മുസ്ലിം വിശ്വാസത്തിലുള്ളവർ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരവസരമായാണ് ഈ യാത്രയെ കാണുന്നതെന്നും പാപ്പ സൂചിപ്പിച്ചിരുന്നു. തുർക്കി റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനും ആദ്യ പ്രസിഡന്റുമായ മുസ്തഫ കെമാൽ അതാതുർക്കിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച അതാതുർക്ക് ശവകുടീര സന്ദർശനമാണ് പാപ്പയുടെ യാത്രാ ക്രമീകരണങ്ങളിലെ ആദ്യ പരിപാടി. ഇന്നലെ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:55 ശവകുടീരത്തിലെത്തി പുഷ്പങ്ങൾ സമർപ്പിച്ചതിനു ശേഷം തുർക്കിയുടെ പ്രസിഡന്റ് തയ്യിബ് എർദോഗാനുമായും സിവിൽ സൊസൈറ്റി പ്രതിനിധികളെയും നയതന്ത്ര സേനയെയും പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ വെച്ച് പാപ്പ കൂടിക്കാഴ്ച നടത്തി. തന്റെ അപ്പോസ്തലിക യാത്രകളുടെ തുടക്കം തുർക്കിയിൽ നിന്നും ആരംഭിക്കുവാൻ കഴിഞ്ഞതിന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. ലോകം ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന വിവിധ ദുരിതങ്ങളും പാപ്പ വിവരിച്ചു. സ്വാർത്ഥപരമായ തീരുമാനങ്ങളിൽ ചവിട്ടിമെതിക്കപ്പെടുന്ന നീതിയും സമാധാനവും ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളാണെന്നും അവയ്ക്ക് നേരെ ഉത്തരവാദിത്തമുള്ളവരായി നിലകൊള്ളണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. തന്റെ സന്ദർശനത്തിന്റെ അടയാളമായി ഉപയോഗിച്ചിരുന്ന ദർദാനെല്ലി പാലം തുർക്കിയെ രാജ്യത്തിന്റെ പ്രത്യേക ദൗത്യം എടുത്തു കാണിക്കുന്നുവെന്നും ഏഷ്യയെയും യൂറോപ്പിനെയും പൗരസ്ത്യ ലോകത്തെയും പാശ്ചാത്യ ലോകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിലുപരി ഈ അടയാളം തുർക്കിയെ അതിൽ തന്നെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണെന്നും പാപ്പ പ്രത്യേകം പറഞ്ഞു. രാജ്യത്തിന്റെ ഐക്യത്തിന് ക്രിസ്ത്യാനികൾക്കും സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്നതിന് താൻ ഉറപ്പു നൽകുന്നതായും പാപ്പ പറഞ്ഞു. അവരും തുർക്കിയുടെ സ്വത്വത്തിന്റെ ഭാഗമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സ്നേഹത്തിന്റെ പാലങ്ങൾ പണിയുക എന്നതാണ് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമെന്നും മതത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന തുർക്കിയിൽ എല്ലാ ദൈവമക്കളുടെയും അന്തസ്സിനെയും സ്വാതന്ത്ര്യത്തെയും ബഹുമാനിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പാപ്പ പറഞ്ഞു. ഇന്നലെ അങ്കാരയിലെ സന്ദർശനം പൂർത്തിയാക്കി രാത്രിയിൽ തന്നെ പാപ്പ ഇസ്താംബൂളിലേക്ക് പോയിരുന്നു. ഇവിടെ പാപ്പയുടെ വിവിധ സന്ദർശന പരിപാടികൾ ഇന്ന് നടക്കും. കേരളവാണി ന്യൂസ്, കൊച്ചി.